ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഈ ഞങ്ങൾ എന്ന് പറയുന്ന താങ്കൾ ഇപ്പോൾ അങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ പ്രശ്നം എന്ന് താങ്കൾ പറഞ്ഞല്ലോ, ഈ ഞങ്ങളിൽ ആരൊക്കെയുണ്ട്? ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനോട് വിയോജിപ്പുള്ള എല്ലാവരും. ജനാധിപത്യ രാഷ്ട്രത്തിൽ വിയോജിപ്പും യോജിപ്പും ഉണ്ടാവും. യോജിപ്പുള്ള എല്ലാവരും അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിയോജിപ്പുള്ളവരെ കുറിച്ചാണ് ഞങ്ങൾ എന്ന് പറഞ്ഞത്. ശരി, അപ്പോൾ വിയോജിപ്പുള്ള ആളുകളെ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ അനുവദിക്കണം, ഇതാണ് നിങ്ങളുടെ ആവശ്യം സർക്കാരിന് മുന്നിൽ, അല്ലേ? അതെ, തീർച്ചയായും. അതായത് സൂംബ കളിക്കുന്നവർ കളിക്കട്ടെ, അതായത് അതൊരു ഓപ്ഷൻ ആകണം, അതല്ലേ ഡോക്ടർ അബ്ദുള്ള ബാസി? അതൊരു ജനാധിപത്യ രാജ്യത്ത് അതാണ് വേണ്ടത്, അതൊരു ഓപ്ഷൻ ആയിരിക്കണം, അല്ലേ? ഒരു പോയിന്റ് ഓപ്ഷൻ മാത്രമല്ല, അതായത് അത് നടപ്പിലാക്കുമ്പോൾ ജനാധിപത്യം വേണമായിരുന്നു. ഇത് നടപ്പിലാക്കുമ്പോൾ മേലെന്ന് താഴോട്ട് ഇങ്ങനെ ഏതോ ഒരു ഓട്ടോക്രാറ്റിക് സ്റ്റേറ്റിൽ നടത്തുന്നത് അല്ല. പോട്ടെ, അത് അങ്ങനെ നടപ്പാക്കുമ്പോഴും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള നിങ്ങളുടെ അവകാശം സംരക്ഷിച്ചാൽ പോരെ? അത് വേണമെന്ന് മാത്രമല്ല, ഇപ്പൊ ഒരു അധ്യാപകനാണ് ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. എന്തുകൊണ്ട് അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ എടുത്തില്ല? എന്തുകൊണ്ട് ജനകീയ ചർച്ചകൾ ഉണ്ടായില്ല? എന്തുകൊണ്ട് ഇതേ സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് കൊടുക്കാം? അതായത് സൂംബ ഡാൻസിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കാത്ത അധ്യാപകർക്ക് മാറി നിൽക്കാം, പോരെ? ശരിയായോ? ഞാൻ പറയുന്നത് അത് ചർച്ചകൾ വേണമായിരുന്നു. അങ്ങനെ ജനകീയ ചർച്ചകൾ ഒന്നുമില്ലാതെ നേരത്തെ ജെൻഡർ ന്യൂട്രാലിറ്റി ഒക്കെ ചെയ്ത മാതിരി ഒരു ചർച്ചകളോ ഒരു കാര്യമില്ലാതെ ചർച്ചകളെ മൊത്തത്തിൽ മാറ്റി വെച്ചുകൊണ്ട് അത്തരത്തിലുള്ള വിയോജിപ്പുകളോ ഒന്നും എടുക്കാതെ ചെയ്യുന്നത് ഒരിക്കലും ജനാധിപത്യ രാഷ്ട്രത്തിൽ ജനാധിപത്യ രീതിയുടെ ഒരു കാര്യമല്ല. മറിച്ച് ഇത് എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള അതിലൂടെ ഇതിൽ ഈ ജനാധിപത്യ രീതിയെ കുറിച്ച് പറയുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താ അറിയാമോ ഡോക്ടർ അബ്ദുള്ള ബാസി? ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാൽ രൂപപ്പെടുത്തിയ ഒരു സർക്കാരാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത്, അതിൽ തർക്കമില്ലല്ലോ. ഇതൊരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആണല്ലോ, ഒരു ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ഗവൺമെന്റ് ആണല്ലോ ഇവിടെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ ആ സർക്കാർ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് ജനങ്ങളുടെ വോട്ട് നേടിയെടുത്ത് ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാർ ഒരു കാര്യം നടപ്പാക്കുമ്പോൾ അത് ജനാധിപത്യപരമാണ്. ബേസിക്കലി ദാറ്റ് ഈസ് ഡെമോക്രാറ്റിക്. ഇനി രണ്ടാമത്തെ ഒരു മിനിറ്റ് ഡോക്ടർ അബ്ദുള്ള ബാസി, 1 സെക്കൻഡ് നോക്കൂ ഡോക്ടർ അബ്ദുള്ള ബാസി. അപ്പോൾ അത് അതുകൊണ്ടാണ് ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ഇത്തരം തീരുമാനം, ഇനി താങ്കൾ പറഞ്ഞത് വിയോജിക്കാനുള്ള നമ്മളുടെ റൈറ്റ് ടു ഡിസെന്റ്, അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്, അത് സംരക്ഷിക്കപ്പെടണം. ഞാൻ ആ കാര്യത്തിൽ താങ്കളുടെ കൂടിയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഡോക്ടർ അബ്ദുള്ള ബാസി, ഇങ്ങനെ പറയുകയാണ് സർക്കാർ, ഞങ്ങൾ ഇത് നടപ്പാക്കുന്നു, ഗവൺമെന്റ് സ്കൂളുകളിൽ ഞങ്ങൾ ഈ ഒരു പദ്ധതി കൊണ്ടുവരികയാണ്, അതിൽ വിയോജിപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അതിൽ താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ആരോഗ്യ പ്രശ്നം കാരണം നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മാറി നിൽക്കാം. ഇസ് ദാറ്റ് നോട്ട് ഇനഫ്? അവിടെയാണ് താങ്കൾ പറഞ്ഞു ജനാധിപത്യപരമായി എലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ആണ്. താങ്കൾക്ക് ഇപ്പൊ ഇവിടെ പല പരിഷ്കാരങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. പരിഷ്കാരങ്ങൾ എങ്ങനെയാണ് നടപ്പിലാക്കിയത് എന്നുള്ളതിനെ കുറിച്ചുള്ള ജസ്റ്റ് ഒരു പഠനം മതിയാവും. കാരണം ഇവിടെ പലപ്പോഴും ജനകീയ ചർച്ചകളിലൂടെയാണ് പരിഷ്കാരങ്ങൾ, പ്രത്യേകിച്ചും വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കാരങ്ങൾ, അവിടെ അധ്യാപകരുടെ അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ കുട്ടികളുടെയൊക്കെ അവരുടെ ഫീഡ്ബാക്കുകളൊക്കെ എടുത്തിട്ടാണ് പരിഷ്കാരം കൊണ്ടുവരിക. ഏതെങ്കിലും ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഏറ്റെടുത്താൽ പിന്നെ 5 വർഷം അവർ അങ്ങോട്ട് ഭരിക്കുക, അങ്ങനെയല്ല സംഭവിക്കുക. അവിടെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട് വിയോജിപ്പുകൾ എടുത്തുകൊണ്ടാണ് ഏതൊരു പരിഷ്കാരം കൊണ്ടുവരിക. ഈ പരിഷ്കാരം കൊണ്ടുവരുമ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെയാണ് പ്രശ്നം. ഈ പരിഷ്കാരം കൊണ്ടുവരുമ്പോൾ അതൊന്നും പരിഗണിക്കാതെ നേരെ മുകളിൽ നിന്ന് അതങ്ങോട്ട് ഇമ്പോസ് ചെയ്യുകയും എന്നിട്ട് എതിർക്കുന്ന ആളുകളെ നേരത്തെ ഡിവൈഎഫ്ഐന്റെ നേതാവൊക്കെ വിളിച്ച മാതിരി ഒരു പഠനവും ഇല്ലാതെ അതെന്താണ് വിഷയം എന്ന് പോലും നോക്കാതെ നേരെ തീവ്രവാദികൾ. ഇതാണ് പ്രശ്നം. ഇത് ഒരു വിഷയം അങ്ങനെ പ്രയോഗമൊന്നും ഞങ്ങൾ നടത്തിയിട്ടില്ല കേട്ടോ. അല്ല, താങ്കൾ നടത്തിയെന്നല്ല, ഡിവൈഎഫ്ഐയുടെ നേതാവായിട്ടുള്ള വി വസീഫ് ഈ വിഷയം ഉണ്ടായി, അത് എന്താണ് പോസ്റ്റ് എന്നോ എന്താണ് വിഷയം എന്നോ നോക്കാതെ നേരെ അങ്ങോട്ട് തീവ്രവാദിയാക്കി കഴിഞ്ഞു. അപ്പൊ ഇതുപോലെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്കത് എതിർക്കാനുള്ള അവകാശമുണ്ട്, അതിന്റെ പ്രശ്നങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. കൾച്ചറലി അതിനോട്, അതിന്റെ ഡ്രസ്സിംഗ് ആവട്ടെ, അതിന്റെ മിക്സിംഗ് ആവട്ടെ, അതിന്റെ മ്യൂസിക് ആവട്ടെ, അത് ഏത് കാര്യമാവട്ടെ, താങ്കൾക്ക് അതിനോട് വിയോജിപ്പുണ്ടാവാം, ഞങ്ങൾക്ക് അതിനോട് കൾച്ചറലി വിയോജിച്ച് നിൽക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം ഇവിടെ ഉള്ളയിടത്തോളം കാലം അത് എതിർക്കുന്ന ആളുകളെ മൊത്തം തീവ്രവാദികളാണ്, അവരുടെ പിന്നിൽ തീവ്രവാദികളാണ്, അവരുടെ പിന്നിൽ വേറെ എന്തൊക്കെയോ സംഭവങ്ങളാണ് എന്ന് പറയുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ സാധ്യമല്ല. ഡോക്ടർ അബ്ദുള്ള ബാസി, ഞാൻ അടിയന്തരമായ ഒരു ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് മുൻപ് എനിക്കറിയേണ്ട ഒരു ഒറ്റ കാര്യം, അതായത് താല്പര്യമില്ലാത്തവരെ മാറ്റി നിർത്താനുള്ള ഒരു പഴുതുകൂടി ഉണ്ടാകണം ഇത് നിർബന്ധപൂർവ്വം നടപ്പാക്കുമ്പോൾ. ഡോക്ടർ അബ്ദുള്ള ബാസിയുടെ നിലപാടായോ? ഇല്ല, മാത്രമല്ല അത് ജനാധിപത്യപരമായി ജനകീയ ചർച്ചകളിലൂടെയാണ് വരേണ്ടത് എന്നുള്ള ഒരു കാര്യം കൂടി അതിലേക്ക് ആഡ് ചെയ്താലാണ് ഞങ്ങളുടെ. ശരി. അപ്പോഴും നിങ്ങൾ ഈ പോയിന്റിൽ ഉറച്ചു നിൽക്കുന്നു. അതായത് ഞാൻ വായിക്കാം ശ്രീ ടി കെ അഷ്റഫിന്റെ പോസ്റ്റ്. അദ്ദേഹം എഴുതിയിരിക്കുന്ന ആൺപെൺ കൂടിക്കലർന്ന അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ല, ഇത് പുരോഗമനമായി കാണുന്നവർ ഉണ്ടായേക്കാം. ഞാൻ ഈ കാര്യത്തിൽ പ്രാകൃതനാണ്, അല്ലെ? ആ നിലപാട് താങ്കൾക്കുണ്ട്, അല്ലെ? പിന്നെ ഈ പരിപാടിയോട് മാനസികമായി യോജിക്കാത്ത ധാരാളം അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമുണ്ട്. പ്രതികരിച്ചാൽ എന്താകുമെന്ന ഭീതിയാണ് പലരെയും അസ്വസ്ഥരാക്കുന്നത്. ഇത് ചെയ്തെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് വിശദീകരണം നൽകേണ്ടി വരും, പക്ഷേ ഏത് നടപടിയും നേരിടാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്. അതേ നിലപാട് താങ്കൾ പങ്കുവയ്ക്കുന്നു ഈ ചർച്ചയിൽ. ഡോക്ടർ അബ്ദുള്ള ബാസി.